ഇന്ന് നടന്ന LD ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. 71 പൊതുവ്യത്യാസം 6 സമാന്തര ശ്രേണിയുടെ 7ാം പദം 52 ആയാൽ 16ാം പദം എത്ര? അതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. അടുത്ത് 72 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണിൻ്റെ അളവ് എത്ര? അതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് 150. നമുക്ക് 150 ഇൻറ്റു n-2 എന്ന ഫോർമുലയിലിട്ട് നമുക്കിത് ചെയ്യാം. അടുത്ത നെക്സ്റ്റ് 73 ഒരു കോൺ 45 ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ കർണത്തിൻ്റെ നീളം എത്രയെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പറഞ്ഞത് 8√2. 74 ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ ഒരറ്റം 1,4 വൃത്തകേന്ദ്രം 3 - 4 എങ്കിൽ വ്യാസത്തിൻ്റെ മറ്റേ അറ്റത്തിൻ്റെ സൂചക നമ്പർ അല്ലെങ്കിൽ സൂചക സംഖ്യ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് 5√5 - 2. 75 ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്ര? ഓപ്ഷൻ എ ആണ് വരുന്നത് 2/7. അതായത് ഒരു അതിവർഷത്തിൽ അല്ലെങ്കിൽ സാധാരണ ഒരു വർഷത്തിൽ ഒന്നാമത്തെ ദിവസമുള്ള ഡേ എക്സ്ട്രാ വരും. അത് അതിവർഷമാകുമ്പോഴത്തേക്കും 1ഉം 2ഉം നമ്പറിൽ വരുന്ന എക്സ്ട്രാ വരും. അങ്ങനെയാണെങ്കിൽ 2/7 7 പറഞ്ഞാൽ ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണം അങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് 76 ഒരു സംഖ്യയുടെയും അതിൻ്റെ വിൽക്രമത്തിൻ്റെയും തുക 6 ആയാൽ സംഖ്യ ഏത്? സംഖ്യ നമുക്ക് ഓപ്ഷൻ എ ആണ് വരുന്നത് 3 + 2√2 ആയിട്ടാണ് വരുന്നത്. ചിത്രത്തിൽ സി വൃത്തകേന്ദ്രം കോൺ ABD എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയാൽ കോൺ ACD എത്രയെന്നാണ്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 60 ഡിഗ്രിയാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത 78 ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട 2 സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്ര കോൺ എത്രയെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി 60 ആണ്. 79 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. 5ഉം 10ഉം LCM എത്രയാണെന്ന് വെച്ചാൽ 10 ആണ്. അത് തന്നെയാണ് എൻ്റെ ആൻസറും. അടുത്ത 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ